ഗുഡ് മോർണിംഗ് ഓൾ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മുടെ ബുദ്ധിസത്തിൽ നിന്നും കിട്ടിയ ഒരു കഥയാണ്, പേജിൽ നിന്ന് കിട്ടിയ കഥ, മോറൽ സ്റ്റോറി പറയാം. ഒരു അമ്മ കരഞ്ഞുകൊണ്ട് അവരുടെ മരിച്ച കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് ബുദ്ധഭഗവാന്റെ മുന്നിലെത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ വ്യക്തിയാണ്, അങ്ങ് വിചാരിച്ചാൽ അങ്ങ് യോഗിയാണ്, അങ്ങ് വിചാരിച്ചാൽ എൻ്റെ കുഞ്ഞിന് തിരിച്ച് ജീവൻ നൽകാൻ സാധിക്കും, ജീവൻ തരൂ, എന്നെ ഈ വിഷമത്തിൽ നിന്നും കരകയറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ ഗ്രാമത്തിൽ പോയി ഒരു കയ്യോളം കടുകുമണികൾ കൊണ്ടുവരും, അത് ഒരു മരണം പോലും സംഭവിച്ചിട്ടില്ലാത്ത വീട്ടിൽ നിന്നും ആയിരിക്കണമെന്ന് പറഞ്ഞു. ഒരു മരണം പോലും സംഭവിച്ചിട്ടില്ലാത്ത വീടായിരിക്കണം, അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്നും കടുകുമണികൾ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ പോയി, കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് അവർ പോയി എല്ലാ കഥകളും മുട്ടി. ആദ്യത്തെ കഥവ് മുട്ടി അവർ വളരെ ചിരിച്ചുകൊണ്ട് തുറന്നു. അപ്പോൾ ചോദിച്ചു, ഇത് ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട്. അടുത്ത കഥവ് ഹസ്ബൻഡ്, അടുത്ത കഥവ് കുട്ടി. അങ്ങനെ അവർ സെർച്ച് ചെയ്ത വീടുകളിലെല്ലാം മരണം നടന്നിട്ടുണ്ട്. അപ്പോഴാണ് അവരുടെ ഓട്ടത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു. അവരാ ഒരു വലിയ സത്യം അക്സെപ്റ്റ് ചെയ്തു, മരണം നടക്കാത്ത ഒരു വീട് പോലും ഇല്ല എന്നുള്ളത്, ഈ ദുഃഖം എൻ്റേത് മാത്രമല്ല എന്നുള്ളത്. അങ്ങനെ അവർ തിരിച്ച് ബുദ്ധഭഗവാന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അത് ഒരു മണി പോലും എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ എങ്ങനെ അത് തരാനാണ്? എനിക്ക് മനസ്സിലായി, മരണം നടന്നിട്ടില്ലാത്ത ഒരു വീടുകളുമില്ല, ഇതെൻ്റെ മാത്രം ദുഃഖമല്ല എന്ന്. അപ്പോൾ ബുദ്ധഭഗവാൻ പറഞ്ഞു, അതാണ് പെയിൻ എന്ന് പറയുന്നത് പ്രാപഞ്ചികമായ ഒരു സത്യമാണ്, യൂണിവേഴ്സലായിട്ടുള്ള ട്രൂത്താണ്, അതെല്ലാവർക്കുമുണ്ട്, ഒരാൾക്ക് മാത്രമല്ല. ഡെത്തും ബർത്ത് ഇത് രണ്ടും ഒരു യാത്രയിൽ തന്നെ ഇത് രണ്ട് വശങ്ങളാണ്, ഒന്ന് യാത്ര തുടങ്ങാനും ഒന്ന് യാത്ര തീരാനും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇത് നമ്മൾക്ക് മാത്രമുള്ള ദുഃഖമല്ല, എല്ലാവർക്കും ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് മരണമുണ്ടായിരിക്കും. അങ്ങനെ അവർ അക്സെപ്റ്റൻസ്, അപ്പോൾ എന്ത് കാര്യവും നമുക്ക് അക്സെപ്റ്റൻസിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ടെൻഷൻ നിൽക്കും. അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. താങ്ക് യു.